ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കുഞ്ഞൊരു വിരുന്നാണ് കേട്ടോ. ഇതിൻ്റെ ഉമ്മാൻ്റെ വലിയ ഏട്ടനും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു അടിപൊളി വിരുന്നേന്നു. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഇത് മെയിൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അനിയത്തി റിയാദ് പോവാണ്. അപ്പോൾ പോണീൻ്റെ മുമ്പുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. ഇത് ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നമ്മൾ പോകുമ്പം നല്ല ഡ്രൈ ആയിട്ടാണല്ലോ ബീഫ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് രാവിലെ മുതലേ തുടങ്ങിയ കലാപരിപാടികളാട്ടോ. അങ്ങനെ ബീഫൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് മാത്രമല്ല, ബോട്ടിയുണ്ട്, പിന്നെ അതേപോലെ ലിവറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധാ പോലെ തേങ്ങ, മാങ്ങ, ചക്ക, മാങ്ങയും ചക്കയൊന്നുമില്ല കേട്ടോ, തേങ്ങ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പൊടികൾ എല്ലാം ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. ആകെ 30 കിലോനെ പറ്റുള്ളൂ. ഇത് 30-ലധികം ഉണ്ട്. അപ്പോൾ 2 പേർക്കും കൂടി 60 കിലോ. അനിയത്തിൻ്റെ മോളും ഉണ്ട് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ റെഡിയായി. അപ്പം തണുക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് കൺട്രോൾ പോവും, പക്ഷെ നമ്മൾ സഹിച്ചിങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിയും ഫാമിലിയൊക്കെ വന്നിരുന്നു കേട്ടോ. അമ്മായി എന്ന് പറയുന്നത് പാൻ്റെ പെങ്ങൾ, ആകെ ഒരേ ഒരു പെങ്ങളുള്ളൂ. ആ ഒരേ ഒരു അമ്മായി വന്നിരുന്നു. അപ്പോൾ കൂടെ ഇയാളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് പോപ്പി. നല്ല രസമാണ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. പക്ഷെ എനിക്ക് പേടിയാണ്. ഇവള് കുട്ടി ഇങ്ങനെ ഇതിനെ കൊഞ്ചിക്കണ കാണുമ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഇവളിത്ര ധൈര്യത്തോടെയാണ് അതിനെ തൊടുന്നതും തലോടുന്നതും, എടുക്കുന്നുണ്ട്, മടിയിൽ വെക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ കണ്ട അടുത്ത് കൂടെ തന്നെ പോകില്ല, എനിക്ക് പേടിയാണ്. അങ്ങനെ പോപ്പിയുണ്ട്, പിന്നെ അമ്മായിയും കുട്ടികളും കാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവള് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ വർത്താനം പറയുന്നു. ഇതാണ് അമ്മായിൻ്റെ കുട്ടികൾ. ഇത് മൂത്ത പുത്രൻ, അത് ചെറിയ പുത്രൻ. രണ്ടാളും ക്യാമറ ഓണാക്കിയപ്പോൾ ഓടി. ഇതാണ് കാക്ക. ഞങ്ങൾ അമ്മായി കാക്ക എന്ന് വിളിക്കും. അമ്മായി കാക്ക എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതിന് കളിയാക്കി പോവാണ്. അങ്ങനെ ഇതാണ് അമ്മായി. അമ്മായിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഓടി. ഇത് ബോട്ടി കേട്ടോ. ഇത് ബോട്ടി ഇങ്ങനെ മിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കണം, എന്നിട്ടാണ് ഒക്കെ കൊടുത്തയച്ചത്. അമ്മായിനെ ഞാൻ പിടിച്ച് നിർത്തിയതാണ്. അമ്മായിക്ക് മടിയാട്ടോ ക്യാമറൻ്റെ മുന്നിൽ വരാൻ. ഇത് കുക്കു, എൻ്റെ ഒരേ ഒരു നാത്തൂൻ. ഓള് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കാക്ക പോപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണേ. പാവം കുട്ടിയാണ്, എന്ത് പറഞ്ഞാലും കേൾക്കും, ഉമ്മ തരാൻ പറഞ്ഞാൽ ഉമ്മ തരും, അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. ഈ പൂച്ചക്കൊരു പ്രത്യേകത ഉണ്ട്. 2 കണ്ണും 2 കളറാണ് കണ്ണ്. ഒരു കണ്ണ് വേറെ കളറ്, മറ്റേ കണ്ണ് വേറെ കളറ്. അങ്ങനെ ഇത് പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് പാക്ക് ചെയ്യാനിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ഒക്കെ ചെറിയ ചെറിയ പൊതിയാക്കിയിട്ട് എല്ലാം പാക്ക് ചെയ്തു. പാക്ക് ചെയ്തിട്ട് 2 പെട്ടിയാണ് കെട്ടാനുള്ളത്. അതിലൊരു പെട്ടി രാത്രി തന്നെ കെട്ടി. അപ്പോൾ ഇനി ബീഫും കാര്യങ്ങളൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നാളത്തെ മറ്റേ പെട്ടിയിൽ വേണം അതൊക്കെ കെട്ടാൻ. ഇത് പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നെയ്യപ്പൊക്കെ ചുടാനിരുന്നു കേട്ടോ. നെയ്യപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ ജിനുവിൻ്റെ മറ്റേ പെട്ടിയും ഒക്കെ കെട്ടി. അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ 3 മണിക്കൊക്കെയാണ് ഇറങ്ങാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാനൊക്കെ ഗസ്റ്റ് ഉണ്ടാവും. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി. നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ടതും കേട്ടോ. അപ്പം നെയ്ച്ചോറിൻ്റെ വെള്ളമാണ് നിങ്ങൾ തിളക്കണ കണ്ടത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ സെറ്റായി. നല്ല രസമുള്ള നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ടതും. ഇത് കുക്കുവിൻ്റെ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. കുഞ്ഞി ഉണ്ണിയപ്പം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതോള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പാക്ക് ചെയ്തു. അതൊക്കെ ലഗേജിൽ വെച്ചു. ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡൊക്കെ വിളമ്പി
എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു. ആ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അങ്ങനെ ലഗേജൊക്കെ ഞങ്ങൾ വെയിറ്റ് നോക്കി, വെയിറ്റൊക്കെ കറക്റ്റാണ്. അപ്പം അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഹാൻഡ് ബാഗ് മാത്രം ഒരു ഡൗട്ടുണ്ട്, കാരണം കുറച്ച് കൂടുതലാണ്. എന്നാലും അവിടെ എത്തിയിട്ട് നോക്കാമെന്നുള്ള നിലക്ക് അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഞങ്ങളൊരു 3:30 ആയപ്പോൾ ഇറങ്ങി. ഓൾക്ക് രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. എയർ ഇന്ത്യയാണ്. കാലിക്കറ്റിൽ നിന്നാണ് പോണത്, റിയാദിക്കാണ്. അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. മോള് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ഉറക്കമായിരുന്നു. അവിടെ എത്താനായപ്പോഴാണ് എണീറ്റത്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ കൊണ്ടോട്ടി എത്തി. അപ്പം എയർപോർട്ട് എത്താനായല്ലോ. അപ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇത് നമ്മൾ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു അക്കാദമിയാണ്. അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. അവിടുന്ന് ഷവായൊക്കെ വാങ്ങി എന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ അവസാനം എയർപോർട്ട് എത്തി. എയർപോർട്ട് എത്തുമ്പം ഇവിടെ വരുന്നവർക്കൊക്കെ പല ഫീലിങ്സ് ആയിരിക്കും. ചിലർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും, ചിലർ ഭയങ്കര സങ്കടത്തിലിരിക്കും. അങ്ങനെ 2 രീതിയിലുള്ള ആളുകളായിരിക്കും ഇവിടെ കൂടുതലും വരിക. അപ്പം ഞങ്ങൾക്കിപ്പം സന്തോഷമാണ്, എന്നാൽ സങ്കടമുണ്ട്. കാരണം അവർ പോണത് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ഹാപ്പി ആട്ടോ. ലഗേജൊക്കെ ട്രോളിയിലാക്കിയിട്ട് നടന്നു. നല്ല വെയിറ്റ് ഉണ്ട്. അവന് പോണ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ചിരിയൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കര കരച്ചിലായിരുന്നു. ഓളെ കരച്ചിൽ കേട്ടപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സങ്കടമായത്. ഓളിനി ഉമ്മാനെയും ഡാഡിനെയും എന്നാ കാണുക എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കരഞ്ഞത്.
പിന്നുണ്ടല്ലോ ഈ ഒരു മൊമെൻറ്റ് എത്ര നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലും നമുക്ക് സങ്കടം വരുന്നൊരു സമയമാണ്. അത് നമ്മളിനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും ആ ഒരു ടാറ്റ പറയുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുള്ളാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ലാസ്റ്റ് അത് സെറ്റായി. അവിടെ എത്തിയപ്പോഴും പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ആൾ ഉഷാറായി. പക്ഷെ ആ പോണ ടൈമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വന്നു. കണ്ടില്ലേ, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓല് രണ്ടാളും ഉള്ളിലേക്ക് കയറിട്ടോ. പിന്നെ ഞങ്ങൾ ഓൾക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. ബോർഡിംഗ് പാസ് കിട്ടിയിട്ടല്ല, ഓള് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ലഗേജിൻ്റെ പറഞ്ഞില്ല, കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സീറ്റ് രണ്ടാൾക്കും 2 സ്ഥലത്താണ് കിട്ടിയത്. പിന്നെ അതിൻ്റെതൊക്കെ റെഡിയായി, രണ്ടാൾക്കും ഒരുമിച്ച് സീറ്റ് കിട്ടി. അങ്ങനെ എല്ലാം സെറ്റായി ഹാപ്പി ആയിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോരുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.